ഹലോ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. എൻ്റെ കൊച്ചിയിലെ വീഡിയോ നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഞങ്ങൾ കൊച്ചിയിലൊക്കെ പോയിട്ട് അവസാനം ആലപ്പുഴയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആലപ്പുഴ ബോട്ടിങ്ങിന് പോകണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആലപ്പുഴയിൽ തന്നെ ഒരു റിസോർട്ട് എടുത്തിരിക്കുകയാണ്, അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ നിന്ന്. ഇപ്പോൾ വന്നതേ ഉള്ളൂ, ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ അവിടെ ഫിഷ് ബിരിയാണിയാണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്ന ഫിഷ് ബിരിയാണി, ഇവിടുത്തെ ഫിഷ് ആണ്. ഫിഷ് ഓക്കെ, കഴിച്ച് നോക്കട്ടെ അങ്ങോട്ട്. നമ്മൾ താമസിക്കുന്ന റിസോർട്ടിലെ റെസ്റ്റോറൻ്റാണ്. അപ്പോൾ നമ്മളിപ്പോൾ വന്നതേ ഉള്ളൂ. നല്ല വിശപ്പ്. ഇവിടെ നാടൻ ഫുഡായിട്ട് ഊണ് അങ്ങനെയൊന്നും ഇല്ല. അപ്പം ഒരു ഫിഷ് ബിരിയാണി ഓർഡർ ചെയ്തു. നമ്മുടെ ഫിഷ് ബിരിയാണിയുടെ കൂടെ ഇവിടെ പപ്പടമുണ്ട്, അച്ചാറുണ്ട്, റൈത്ത ഉണ്ട്. ഫിഷ് കൊള്ളാം, സൂപ്പർ ഫിഷാണ്. അടിപൊളി ഫിഷ് ബിരിയാണി. You have it. നല്ല ഫ്രഷ് മീനാണ് കേട്ടോ, ഫ്രഷ് മീൻ. Full Manchurian? What thing is that eating for? It's supposed to be something to do. And I come on the big thing. വീട്ടിൽ പോയി ദിവസം മീൻ കഴിച്ചിട്ട് മീൻ കൊതി മാറുന്നേക്കും. അങ്ങനെ മീൻ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് തിരിച്ച് റൂമിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ റൂമിന് ഒരു ബാൽക്കണി ഉണ്ട്. അപ്പോൾ ആ ബാൽക്കണിയിൽ നിന്നിട്ട് നോക്കുമ്പോൾ ഉള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ തൊട്ട് പുറയിലായിട്ട് കായലാണ്. അപ്പോൾ ആ കായലിൽ കൂടി ഒരുപാട് ബോട്ടുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ വന്നൊരു 5 മിനിറ്റ് ഇരുന്നാൽ ഒരു 10-20 ബോട്ട് ഇങ്ങനെ പോകുന്നത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. നല്ല രസമാണ്. പക്ഷെ അധികം വെയിലൊന്നും ഇല്ല ഇന്നത്തെ ദിവസമേ. Oh wow, look at this guys, a small boat. A fisherman and his daughter is passing by. They probably live around this area, you know. Maybe they just gone for fishing or something. And far away you can see another houseboat is heading towards us. What a beautiful view from here, guys. Guys, another fishing boat has passed. You know, I've been sitting here for the last 30 minutes and you have no idea how many boats have passed, you know. The houseboat and the normal boats. Lots! I think these small ones are all fishing boats. I think they must be going home after fishing. Guys, we heard that there is a complimentary boating is available. So that's where we're going to go. Look at this villa. This is for like a whole family, like a very big family.
അപ്പോൾ ഈ റിസോർട്ടിൽ ഇവിടെ താമസിക്കുന്നവർക്കായിട്ടൊരു കോംപ്ലിമെൻ്ററി ബോട്ടിംഗ് സർവീസ് അവർ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ദിവസവും ഉണ്ട് സർവീസ്. അപ്പോൾ പക്ഷേ അതൊരു 30 മിനിറ്റ് ബോട്ട് റൈഡ് മാത്രമാണ് ഉള്ളത്. എന്നാലും നമുക്ക് ഇഷ്ടമുള്ളവർക്ക് അതിൽ പോകാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തിരിച്ച് വീട്ടിലല്ല തിരിച്ച് റൂമിൽ ഞങ്ങളുടെ വില്ലയിൽ തിരിച്ച് വന്നപ്പോഴത്തേക്കിനും അവർ വന്ന് വിളിച്ചിട്ട് പറഞ്ഞു ബോട്ട് റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ റെഡിയായിട്ട് ബോട്ടിൽ കയറാനായിട്ട് വന്നതാണ്. അപ്പം ഞങ്ങളുടെ കൂടെ ഈ ബോട്ട് യാത്രയ്ക്ക് വന്നിട്ടുള്ളത് ഒരു തമിഴ് ഫാമിലി ഉണ്ട്, പക്ഷേ അവർ ബോംബെയിൽ സെറ്റിലായിരിക്കുന്ന ഒരു ഫാമിലിയാണ്. പിന്നെ അതുപോലെ വേറൊരു മലയാളി ഫാമിലി ഉണ്ട്. അപ്പോൾ അവർ ബോട്ടൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. റെഡി ആയെന്ന് നേരത്തെ പറഞ്ഞു, പക്ഷേ നമ്മൾ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവർ വേറെ ഏതാണ്ടൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ തന്നെയാണ് ഈ ഒരു മരത്തിൻ്റെ മേളിലൊരു, അത് വില്ല എന്നൊന്നും പറയാൻ പറ്റില്ല, ചുമ്മാ ഒരു റൂം ആർക്കെങ്കിലും അവിടെ പോയി ഇരിക്കണമെങ്കിൽ ചുമ്മാ ഒന്ന് കാറ്റ് കൊള്ളാനായിട്ട് അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ മേളിലൊന്ന് കയറി, ഇവിടെ കസരയൊക്കെ ഇരിപ്പുണ്ട്. മേളിൽ കയറി ഇന്ന് കായലിലെ മനോഹരമായ കാഴ്ചയാണ് കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ നിന്നപ്പോഴത്തേക്കിനും അവർ വന്നിട്ട് പറഞ്ഞു ബോട്ടിന് എന്തോ പ്രശ്നമുണ്ട്, അപ്പോൾ വേറെ ബോട്ട് വിളിക്കണം, അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ നിരാശരായിട്ട് റൂമിലേക്ക് Our room is actually very close to the swimming pool. Oh, wow. That's our villa. And this is the swimming pool. നമ്മൾ താമസിക്കുന്ന വില്ലയാണത്. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടാണ് സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ളത്. കണ്ടില്ലേ, എൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കായൽ. കുറേ വില്ലകളുണ്ട് കേട്ടോ ഇവിടെ. അവിടെ ആയിട്ട് ഇവിടെ ഉണ്ടോ, അതിനപ്പുറത്തുണ്ടോ, പിന്നെ അവിടെ വരെ ഉള്ളെന്ന് തോന്നുന്നു. ഇത് നമ്മുടെ വില്ല. Alright guys, I'm going to show you inside my villas. Wow, this is our villa. Look at this beautiful villa. Wow. And wow, look at this beautiful view from my room. Oh my god, I can't believe this. You see the swimming pool over there? Yeah. Oh! Yes, guys, look at this beautiful villa. I think our villa is the best. Maybe one of the best one here. Because you got the access to the pond. Actually, they have divided up the lake and the pond. Can you see? This is a pond and that's a lake. We're going to go by the boat. We're going to go for the boat ride in a few minutes because something is wrong with the boat, so they're going to call another boat and it's going to come soon. And look at this chiku tree here. This is a chiku tree, guys. Chiku, you know, the sweet, the fruit I was talking about before is very sweet, I told you, sweet. It's one of the best fruits in the world, chiku. You see some chiku fruits on the tree. So that's it. Wow, this is an amazing place, So this is my Alapura, guys, where I am from. Alapura. This is the beauty of Alapura. All these backwaters and lakes and rivers and oceans and streams and coconut trees and all these. Wow. There's a mango tree over there. There's plenty of mango trees here. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആലപ്പുഴയിൽ ബോട്ടിങ്ങിന് പോകാനായിട്ട് വന്നതാണ്. അപ്പോൾ ആലപ്പുഴ ജസ്റ്റ് ഒരു ദിവസം തങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ ഞങ്ങൾ എടുത്തിരിക്കുന്ന ഒരു റിസോർട്ടാണ് ഇവിടെ. ഈ റിസോർട്ടിൽ നമുക്ക് ഫ്രീ ബോട്ട് റൈഡൊക്കെ ഉണ്ട്. അപ്പം അത് ബോട്ടിൽ കയറാമെന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷേ അന്നേരം അവിടെ ബോട്ടിന് എന്തോ പ്രശ്നം. അപ്പോൾ പുതിയ വേറൊരു ബോട്ട് ഇവർ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓർഡർ ചെയ്യല്ല, വേറൊരു ബോട്ട് അവർ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ വരും. വന്നു കഴിയുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകും. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് നമ്മളുടെ ചെറിയ വില്ല. റൂം അകത്ത് വലിയ സൗകര്യങ്ങൾ അത്ര വലിയ ഇതൊന്നും ഇല്ല, പക്ഷേ ഈ വെളിയിലാണ് ബാൽക്കണി, ഇവിടെയൊക്കെയാണ് ഏറ്റവും സൂപ്പർ. കണ്ടില്ലേ, സൺസെറ്റ് ആവാറായിരിക്കുന്നു. അപ്പോൾ ഇനിയും നമുക്ക് അടുത്ത ബോട്ട് റൈഡിൽ ഒരു 30 മിനിറ്റ്സ് ബോട്ട് റൈഡ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അന്നേരം ഇനിയും ബാക്കി കാണിച്ചു തരാം എല്ലാവരെയും. ഓക്കെ
കണ്ടില്ല, നേരെ ഇരുട്ടുന്നവരെ ഇങ്ങനെ ബോട്ടുകൾ പോയിക്കൊണ്ടേ ഇരിക്കുക. അത് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. അപ്പോൾ നമ്മുടെ രണ്ടാമത് വിളിച്ച ബോട്ട് എത്തിയിട്ടുണ്ട്. അപ്പം ബോട്ടിൽ കയറാനായിട്ട് എല്ലാവരും ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആൾക്കാരെല്ലാം തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പം ഞാനും ആൻഡ്രൂ ഇപ്പോഴത്തെ സൈഡിലിരിക്കുകയാണ് ബോട്ടിൻ്റെ മേളിൽ. അതിൻ്റെ ഓപ്പോസിറ്റ് 2 അമ്മച്ചിമാർ ഇരിപ്പുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു യാത്ര, അതായത് ബോട്ടിൻ്റെ മണ്ടയിൽ ഓപ്പണായിട്ട്, അതായത് പിടിച്ചിരിക്കാനൊന്നും ഒരു സൗകര്യവും ഇല്ല. ഏത് സമയത്തും നമ്മൾ തട്ടി അപ്പുറത്ത് വെള്ളത്തിനകത്ത് വീഴാം. അപ്പം ആദ്യം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കയറാൻ. പിന്നെ ഞാൻ ഓർത്തു എനിക്ക് നീന്താൻ അറിയത്തില്ലെങ്കിൽ ഇച്ചിരി സാഹസികത ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ ഓർത്തു അപ്പോൾ അങ്ങ് കയറാം. പിന്നെ അത് തന്നെയല്ല, എൻ്റെ കൂടെ ഒരു നീന്തൽ വിദഗ്ധൻ ഇരിപ്പുണ്ടല്ലോ, മിസ്റ്റർ ആൻഡ്രൂ ഈസ് എൻ എക്സ്പെർട്ട് ഇൻ സ്വിമ്മിങ്. സോ അതുകൊണ്ടുകൂടി ഞാൻ ഓർത്തു ഓക്കെ എന്നാൽ പിന്നെ കയറി കളയാം. അപ്പോൾ അഥവാ ഞാൻ വെള്ളത്തിലെങ്ങണം വീണ് പോയാൽ എന്നെ ചാടി രക്ഷപ്പെടുത്താമെന്നാണ് എനിക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലും കൂടിയാണ് ഞാൻ കയറി മണ്ടയിലിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതൊരു പ്രത്യേക ഒരു എന്താ പറയുക, ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നല്ല, എനിക്കത് ആലോചിക്കുമ്പോൾ, ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് ആ ഒരു ഭയങ്കര ഒരു എനിക്ക് വിഷമം വരുന്നു. ആ ഒരു ശരിക്കും മിസ് ചെയ്യുന്നു ആ ഒരു സമയം. നല്ല രസമായിരുന്നു കേട്ടോ. ശരിക്കും ഞാൻ എൻജോയ് ചെയ്തു ആ ബോട്ടിൻ്റെ മേളിൽ ഇരുന്നുകൊണ്ടുള്ള ഒരു യാത്ര. അപ്പോൾ നമുക്ക് ഇച്ചിരി സൂക്ഷിച്ചൊക്കെ നമ്മൾ ഇരിക്കണം, കാരണം ബോട്ടല്ലേ, അടിയിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അഥവാ അങ്ങ് ചരിഞ്ഞു പോവുമോ എവിടെയെങ്കിലും പോയി ഇരിക്കുക, നമ്മൾ വീഴും, ഉറപ്പായിട്ടും വെള്ളത്തിൽ വീഴും. പിന്നെ ഇങ്ങനെയൊക്കെ ഒരു ദൈവത്തെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് കയറി. അപ്പോൾ നമ്മുടെ മനോഹരമായ ആലപ്പുഴയിലെ കാഴ്ചകൾ എപ്പോഴും കാണുന്ന പോലെ തന്നെ നമ്മുടെ ബനാന ട്രീ അല്ലല്ലോ, കോക്കനട്ട് ട്രീസും പിന്നെ നമ്മുടെ നെൽപ്പാടങ്ങളും അതിലെ എന്ത് മനോഹരമായ മനോഹാരിത, ആലപ്പുഴയുടെ സൗന്ദര്യം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എനിക്ക് ആ ഹോളിഡേ എനിക്ക് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇത് കാണുമ്പോൾ. ഇപ്പോൾ 30 മിനിറ്റേ ഉള്ളെങ്കിലും ശരിക്കും ആ 30 മിനിറ്റ് മതി കേട്ടോ. നമുക്ക് ആ റിസോർട്ടിൻ്റെ അവിടെ തൊട്ട് അങ്ങേറ്റം വരെ പോയിട്ട് വരാം. അങ്ങോട്ട് പോയി തിരിച്ച് വരുമ്പോഴത്തേന് കറക്റ്റ് 30 മിനിറ്റ് ആവും. അപ്പോൾ നമ്മൾ വലിയ ബോട്ടിൽ കയറാനായിട്ട് പിന്നീട് പോകുന്നുണ്ട്. അത് വേറെ സ്ഥലമാണ്, ഇവിടുന്ന് കുറേ പോകണം. അപ്പോൾ അതിന് മുമ്പായിട്ടൊരു ചെറിയൊരു എക്സ്പീരിയൻസ് നല്ലതല്ലേ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനത്തെ ബോട്ടൊന്നും ആയിരിക്കില്ല, നമ്മൾ വലിയ ഹൗസ് ബോട്ടും അങ്ങനത്തെയൊക്കെ, ഷിക്കാരി ബോട്ട് അങ്ങനത്തെയൊക്കെ. അപ്പം ഈ മേളിലിരിക്കാൻ അത് സത്യം പറഞ്ഞാൽ ആദ്യത്തെ ബോട്ട് കേടായത് നന്നായി. കാരണം ആ ബോട്ടിന് ഇതുപോലത്തെ സൗകര്യം ഇല്ല, മേളിലിരിക്കാനുള്ള സൗകര്യം ഇല്ലാത്തതായിരുന്നു. അപ്പോൾ അത് കേടായതുകൊണ്ടാണ് ഇവർ ഈ ബോട്ട് വിളിച്ചത്. എന്തായാലും അതുകൊണ്ട് നമുക്ക് മണ്ടയിലിരിക്കാനൊരു അവസരം കിട്ടി. അപ്പോൾ മണ്ടയിൽ ഇരുന്നോണ്ട് നമുക്ക് സുഖമായിട്ട് കാര്യങ്ങൾ കാണാം. അപ്പോൾ പക്ഷേ അത് പിടിച്ചുകൊണ്ടൊക്കെ ഇരിക്കാൻ കൂടെ സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് ഇരിക്കാമായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ ക്യാമറയും പിടിച്ചുകൊണ്ട് ഇരിക്കുകയല്ലേ, അപ്പോൾ ബാലൻസ് വിട്ടു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. എന്നാലും കുഴപ്പമില്ലായിരുന്നു, ആർക്കൊന്നും സംഭവിച്ചു അങ്ങനെയൊന്നും എന്താ പറയുക, ആക്സിഡൻറ്റോ അങ്ങനത്തെയൊന്നും കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല. പക്ഷേ നല്ല രസമായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ ഈ വലിയ ബോട്ടിലൊക്കെ ഇങ്ങനെ കയറിയൊക്കെ പോകുമ്പോൾ ചെറിയ ചെറിയ വള്ളങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പോകുന്ന നമുക്ക് കാണാൻ പറ്റും. അയാൾ എന്തോ പറഞ്ഞ്, ഞാൻ അയാളെ നോക്കിയിട്ട് ക്യാമറ എടുത്ത്, എനിക്ക് തോന്നുന്നു അയാൾ പറഞ്ഞതായിരിക്കും വെള്ളത്തിൽ വീഴും സൂക്ഷിച്ച്, അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു അയാൾ പറഞ്ഞത് കേട്ടോ. ഇനി ഇതിനു മുമ്പ് ഇവിടെ ഇങ്ങനത്തെ അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പിന്നെ ഈ ചെറിയ വള്ളത്തിലൊക്കെ പോകുന്ന ആൾക്കാർ ഇവിടുത്തെ ലോക്കൽ ആൾക്കാരായിരിക്കുമല്ലോ, ഇവിടെ അടുത്തൊക്കെ താമസിക്കുന്നവർ. അപ്പോൾ അവർക്ക് ഈ കായലിനെ പറ്റിയൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരായിരിക്കുമല്ലോ. ഇതിലെത്ര താഴ്ച അടിയുണ്ടെന്നും ഒഴുക്കുള്ളടമാണോ, പിന്നെ അപ്പോൾ ഇവിടെ നേരത്തെ നടന്നിട്ടുള്ള ആക്സിഡൻറ്റ് സംഭവങ്ങളൊക്കെ അവർക്കറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അതെന്തായിരിക്കും അയാൾ പറഞ്ഞാൽ സൂക്ഷിച്ച് വെള്ളത്തിൽ വീഴുമെന്നൊക്കെ. അപ്പം ഇതുപോലത്തെ ചെറിയ വള്ളത്തിൽ ഒരു ദിവസം കയറണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. കൊച്ചിലെ എവിടെയോ ഞാൻ കയറിയിട്ടുണ്ട് ഇതുപോലത്തെ ചെറിയ വള്ളത്തിൽ, പക്ഷേ വലുതായതിനു ശേഷം അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടില്ല. പണ്ട് ചെങ്ങാടത്തിലൊക്കെ പോയിട്ടുണ്ട്. അന്ന് ചെങ്ങാടത്തെ കയറുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഒന്നാമത് പണ്ട് തൊട്ട് എനിക്ക് നീന്തൽ അറിയത്തില്ലല്ലോ, വെള്ളം എന്ന് പറയുമ്പോൾ എനിക്ക് അതുകൊണ്ട് പേടിയാണ് കൊച്ചിലെ തൊട്ട്. പിന്നെ എനിക്ക് പാമ്പിനെയൊക്കെ പേടിയായതുകൊണ്ട് ഈ വെള്ളത്തിനടിയിലൊക്കെ പൊളവനുണ്ടല്ലോ, പണ്ടിലെ കുളത്തിലൊക്കെ കുളിക്കാൻ പോകുന്ന അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങളുടെ വീടിനടുത്തൊരു കുളം ഉണ്ടായിരുന്നു, കുളത്തിൽ കുളിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ പൊളവനുണ്ടല്ലോ, വെള്ളത്തിലെ പാമ്പ്. അതുപോലെ ഇനി വെള്ളപ്പൊക്കമൊക്കെ ആകുമ്പോഴത്തേക്കിന് പുഞ്ചയിലെല്ലാം വെള്ളം നിറഞ്ഞിട്ട് ഈ കായൽ പോലെ ഇങ്ങനെ കിടക്കില്ല, നല്ല രസമാണ് എന്നൊക്കെ കാണാനത്. അന്നേരം ഇതുപോലെ ചെങ്ങാടവും വള്ളമൊക്കെ ആയിട്ട് ആൾക്കാർ ഇറങ്ങുമല്ലോ.
വന്നൊക്കെ ചെങ്ങാടത്തെ കയറി പേടിച്ച് കരഞ്ഞ് വിളിച്ചു പോയി അച്ഛനും അമ്മയൊക്കെ കയറ്റി അങ്ങനെ ആൾക്കാരെ പിടിച്ചു അങ്ങനെയൊക്കെ കയറി പോയൊക്കെ ഓർമ്മയൊക്കെ എനിക്കുണ്ട്. അപ്പോൾ കണ്ട് ഈ ബോട്ട് ഉണ്ടല്ലേ, നല്ല അടിപൊളി ഒരു ബോട്ടാണ്. അപ്പോൾ ബോട്ട് യാത്ര ഇഷ്ടപ്പെടുന്നവർ ഉറപ്പായിട്ടും ആലപ്പുഴയിൽ, അത് പറയേണ്ട ആവശ്യമില്ലല്ലോ, ആലപ്പുഴ എന്ന് പറയുമ്പോഴേ ഇപ്പോൾ ലോകം മുഴുവൻ ഫേമസ് ആണ്. This is my Alapura, guys. Welcome to Alapura, the most beautiful place in the world. അപ്പോൾ എൻ്റെ വീട് ഞങ്ങൾ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലാണെങ്കിലും പ്രോപ്പർ ആലപ്പുഴ അല്ല കേട്ടോ, അവിടെ നിന്ന് ഒത്തിരി പോകണം. അപ്പോൾ ആൻഡ്രൂ എന്ന് പറയുന്നപ്പോൾ ആൻഡ്രൂ ജനിച്ച് വളർന്നത് യു കെയിലാണ്, ഫാമിലി എല്ലാം യു കെ തന്നെയാണ്. പക്ഷേ പുള്ളിയുടെ ഡാഡി കോഴിക്കോടുകാരനാണ്. അപ്പം ഞാനും ആൻഡ്രൂ കൂടെ എപ്പോഴും വഴക്കിടാറുണ്ട്. അതായത് ആൻഡ്രൂ പറയും മലബാറാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ എന്ന് പറയും, ലോകത്തിലെ ഏറ്റവും നല്ല സ്ഥലം, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ സ്ഥലം മലബാറാണെന്ന് പറയും. അപ്പോൾ ഞാൻ പറയും ഒന്ന് പോയേ, ഈ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആലപ്പുഴയാണ് ഇന്ത്യയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ കാര്യം, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ആണെങ്കിലും ആലപ്പുഴ കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ഏത് സ്ഥലം. അങ്ങനെ ഞങ്ങൾ എപ്പോഴും വഴക്കിടാറുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ ആലപ്പുഴ വേറൊരു ബ്യൂട്ടിയാണ്, മലബാർ അതുപോലെ തന്നെ വേറൊരു ബ്യൂട്ടിയാണ്. രണ്ടും വ്യത്യസ്ത രീതിയിലുള്ള ഒരു പ്രകൃതി ഭംഗിയാണ്. രണ്ടും നമ്മൾ ആസ്വദിക്കേണ്ടത് തന്നെയാണ്. മലബാർ എന്ന് പറയുമ്പോൾ മലകളും വനവും മൃഗങ്ങൾ, പിന്നെ അരുവികൾ, വെള്ളച്ചാട്ടം, ഇതൊക്കെയാണല്ലോ മലബാർ. പിന്നെ കമുക്, അവിടുത്തെ തെങ്ങും കമുകൊക്കെ ഭയങ്കര പൊക്കമുള്ള, ഞാൻ എൻ്റെ പഴയ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ ആലപ്പുഴയിലോട്ട് വരുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ആലപ്പുഴ എന്ന് പറയുമ്പോൾ കമ്പയർ ടു മലബാർ. ആലപ്പുഴ എന്ന് പറയുമ്പോൾ മൊത്തം ഫ്ലാറ്റായിട്ടുള്ള ഭൂതലം അങ്ങനെ പറയത്തില്ല. അപ്പോൾ ലാൻഡ്സ്കേപ്പ് ഇതുപോലെ ഫ്ലാറ്റാണ്, തെങ്ങുകൾ ഒരുപാടുണ്ട്, കായൽ, കടൽ. പിന്നെ ഇവിടുത്തെ വേറൊരു ഭംഗി എന്ന് പറയുന്ന അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ പാഡി ഫീൽഡ്സാണ്, നമ്മുടെ എന്താ പറയുക നെൽപ്പാടങ്ങളും ആലപ്പുഴയിലും നല്ല ഭംഗിയാണ്. അതായത് ഈ ഞങ്ങളെ റിസോർട്ടിൻ്റെയൊക്കെ അപ്പുറത്ത് നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ കാണാം, അയ്യോ നല്ല രസം, രണ്ട് സൈഡിലും നിറച്ച് ഇതുപോലെ നെൽപ്പാടങ്ങളാണ്. അയ്യോ നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. നമ്മൾ സിനിമയിലൊക്കെ ഒരു പാട്ടിലും ഇതിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. പക്ഷെ അതിലേക്കൂടെ വണ്ടിയിൽ പോകാനും അല്ലെങ്കിൽ നടന്നു പോകാനും സൈക്കിളിൽ പോകാനും ഒക്കെ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഇങ്ങേ അറ്റത്തെത്തിയിരിക്കുകയാണ്. കായലിൻ്റെ ഇങ്ങേ അറ്റത്തല്ല, ഇവിടെ വരെയൊക്കെ ബോട്ട് വരത്തുള്ളൂ, ഈ കോംപ്ലിമെൻ്ററി ആയിട്ട് കൊണ്ടുവരുന്നത്. പിന്നെ ഈ കിടക്കുന്ന ബോട്ടുകൾ എല്ലാം ഈ ഭാഗത്തായിട്ട് ഓടിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പുന്നമടക്കായലിലോട്ട് ബോട്ടിങ്ങിന് പിന്നീട് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കുറേ ദൂരം, 1 മണിക്കൂറല്ലേ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ നമുക്ക് ഇതുപോലെ ഹൗസ് ബോട്ടിൽ യാത്ര ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ ജനിച്ച് വളർന്നെങ്കിലും ഞാൻ ഈ ഹൗസ് ബോട്ടിൽ ഇതുവരെ കയറിയിട്ടേ ഇല്ല. അപ്പം ഇപ്രാവശ്യം എന്തായാലും ഹൗസ് ബോട്ടിൽ കയറാം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇപ്രാവശ്യം നാട്ടിലോട്ട് വന്നത്. അപ്പോൾ നാട്ടിൽ വന്നതിന് ശേഷമുള്ള എൻ്റെ ആദ്യത്തെ ഒരു ബോട്ട് റൈഡാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മൾ ഈ ബോട്ടിൽ പോകുമ്പോഴത്തേക്കിന് നമുക്ക് നമ്മുടെ അട്രാക്ഷൻസ് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഇതിൻ്റെ സൈഡിലായിട്ടൊക്കെ ഇങ്ങനെ ഓരോ വീട്ടിലെ ആൾക്കാരൊക്കെ ഇങ്ങനെ തുണി കഴുകുന്നു, പാത്രം കഴുകുന്നു, അല്ലെങ്കിൽ ചില ആൾക്കാർ മീനിനെ പിടിക്കുന്നു, കണ്ടില്ലേ? ഇതൊക്കെ രസമാണ് കേട്ടോ. അതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ്. മഴ പെയ്തില്ലെങ്കിൽ സുഖമാണ്, പ്രത്യേകിച്ച് ബോട്ടിൻ്റെ മേളിലിരിക്കുമ്പോൾ. അപ്പോൾ പോയിട്ടില്ലാത്തവരൊക്കെ ഇനിയെങ്കിലും പോകും. എന്നെ പോലെ ഞാൻ കുറേ ലേറ്റായി. അപ്പോൾ എനിക്ക് ഈ കൊച്ചിലേ തൊട്ട് വെള്ളത്തിനോടൊരു ഭയങ്കര പേടിയാണ്. അപ്പോൾ അത് വെച്ചൊക്കെ ഞാനങ്ങനെ ഒഴിവാക്കും, കഴിയുന്നതും ബോട്ടിലും ഇതിലൊക്കെ പോകുന്നത് ഞാൻ കഴിയുന്നതും ഒഴിവാക്കാറുണ്ട്. കാരണം നീന്തറിയത്തില്ല, എനിക്ക് ഭയങ്കര റിസ്ക്കാണല്ലോ. അഥവാ ബോട്ട് മുങ്ങുമോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ എനിക്കും നീന്തറിയില്ല, എൻ്റെ അമ്മയ്ക്കും നീന്തറിയത്തില്ല. അപ്പോൾ ഞങ്ങളെപ്പോഴും ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളിൽ നിന്ന് ഒഴിവായി നിൽക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെൽപ്പാടങ്ങൾ കണ്ടില്ലേ, എന്ത് ഭംഗിയുണ്ട്. ഇപ്പം ഞാൻ UK ഞാൻ ഈ വീഡിയോസൊക്കെ കാണുമ്പോഴത്തേക്കിന് എനിക്ക് പെട്ടെന്ന് മിസ്സാവും. മാങ്ങ കണ്ടപ്പോഴേ ഓർത്തത്, മാങ്ങയുടെ സീസൺ ആവുന്നതേ ഉള്ളൂ. പക്ഷേ അത് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഇവിടുന്ന് പോകും. അപ്പോൾ അതുകൊണ്ട് മാങ്ങ കഴിച്ചിട്ട് പോകാമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഞാൻ പോയാലും ആൻഡ്രൂ കുറച്ച് നാളും കൂടി കേരളത്തിലുണ്ട്. കേരളത്തിലല്ല, പുള്ളി ഇങ്ങനെ ട്രാവലാണ്, പുള്ളിക്ക്
ട്രാവൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്. അപ്പം പുള്ളി ഇന്ത്യ മുഴുവൻ എപ്പോൾ വന്നാലും കറങ്ങും. അപ്പോൾ ഇനി ഞാൻ പോയി കഴിയുമ്പോഴത്തേക്കിന് ആൻഡ്രൂ ഇനി ഇവിടുന്ന് നേരെ തമിഴ്നാട്, പിന്നെ കർണാടക, പിന്നെ ഇങ്ങനെ ആന്ധ്ര, പിന്നെ ഇവിടെ ചിറാപുഞ്ചിയോ മേഘാലയ, ആസാം, പുള്ളി ഇങ്ങനെ യാത്രയാണ്. അപ്പോൾ ആൻഡ്രൂ എന്തായാലും ഇന്ത്യയിലുള്ള സമയത്ത് നല്ല പഴുത്തമാങ്ങ കഴിച്ചിട്ട് തിരിച്ചു വരാം. അപ്പം ഞാൻ പോകുമ്പോഴത്തേന് പറഞ്ഞിട്ടാണ് പോകുന്നത്, വരുമ്പോൾ കുറച്ച് പഴുത്തമാങ്ങ കൊണ്ടുവരണമെന്ന്. അപ്പോൾ നമ്മുടെ നെൽപ്പാടങ്ങൾ കണ്ടില്ലേ, എന്ത് ഭംഗിയാണ്. ഇല്ല പച്ച കളർ ആരാണ്ടൊരു വെള്ള പേപ്പറിനകത്ത് വരച്ച് അല്ലെ കളറടിച്ച് വെച്ചിരിക്കുന്ന പോലെ എന്ത് ഭംഗിയുണ്ട് കാണാനല്ലേ. ബ്യൂട്ടിഫുൾ ആലപ്പുഴ. അപ്പോൾ ആലപ്പുഴയിലെ സ്ഥിരം കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നെൽപ്പാടങ്ങൾ, അതിനിടയിലായിട്ട് ഇങ്ങനെ കുറേ തെങ്ങുകൾ, അതുപോലെ തന്നെ മാവ്, പിന്നെ ഇങ്ങനെ കുറേ വള്ളങ്ങൾ, ബോട്ടുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഈ വള്ളത്തിൽ പോകുന്നവരെല്ലാം എന്നെ തുറച്ചു നോക്കുന്നുണ്ട്. കാരണം അവർ നോക്കുമ്പോൾ അത്ര ബോട്ടിൻ്റെ മേളിലൊരു പെണ്ണ് ഇരുന്നുകൊണ്ട് എങ്ങും പിടിക്കാതെ കയ്യിൽ ക്യാമറയും പിടിച്ച് പൊക്കിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പിടിക്കുക. അപ്പോൾ അവർ ഒരു വല്ലാത്ത രീതിയിലാണ് എന്നെ നോക്കുന്നത്. അഥവാ വീണ് പോയാൽ പ്രശ്നമാകത്തില്ലേ, അതുകൊണ്ട്. അപ്പോൾ നമ്മുടെ 30 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ റിസോർട്ടിലേക്ക് തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഴയ ബോട്ട്, കേടായിപ്പോയ ബോട്ട് റെഡിയാക്കിയെന്ന് തോന്നുന്നവർ അതും വന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഇനി അടുത്ത ട്രിപ്പിൽ പോകേണ്ട ആൾക്കാർക്ക് അതിനകത്ത് പോകണം. അപ്പോൾ എൻ്റെ ആലപ്പുഴയിലെ ആദ്യത്തെ ബോട്ട് റൈഡ് വീഡിയോ നിങ്ങളെല്ലാവരും കണ്ട് ആസ്വദിച്ചു എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ എന്നെ തെറി വിളിക്കരുത്. ഈ റിസോർട്ടിൻ്റെ പേര് മാത്രം ഞാൻ മറന്നുപോയി. ഞാൻ ഗൂഗിളിനകത്തൊക്കെ ഞാൻ നോക്കി കേട്ടോ, എൻ്റെ പേര് എനിക്ക് കിട്ടിയില്ല. എൻ്റെ നേരത്തെ എൻ്റെ പേയ്മെൻറ്റ് ചെയ്ത കാര്യം, ആ പേപ്പേഴ്സൊന്നും എൻ്റെ കയ്യിലില്ല, എല്ലാം നഷ്ടമായി. അപ്പോൾ അതിൻ്റെ പേര് ഞാൻ ഇതിൽ പറഞ്ഞിട്ടില്ല, എനിക്ക് ഓർമ്മയില്ല. പക്ഷേ മിക്കവാറും ഉള്ള എല്ലാ റിസോർട്ടിലും ഇതുപോലൊക്കെ തന്നെയാണ്. ആലപ്പുഴയിലെ ഒരുപാട് റിസോർട്ടുണ്ട് ഇതുപോലത്തെ തന്നെ, കായലിൻ്റെ തീരത്ത്. അപ്പോൾ എല്ലാം ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഞാൻ ആലപ്പുഴയിൽ വന്നിട്ടുള്ള എൻ്റെ ആദ്യത്തെ ബോട്ട് റൈഡ് വീഡിയോ ആണിത്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഈ ബോട്ട് റൈഡ് ഇവിടെ അവസാനിക്കേണ്ടായിരുന്നു എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം ആ സമയത്ത്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കുമല്ലോ തോന്നുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ബോട്ട് റൈഡായിരുന്നു ഇത്. അപ്പോൾ എൻ്റെ വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾ തുടർച്ചയായിട്ട് കാണുക. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി.